ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന റീനീറ്റ് എക്സ്റേ ഫിസിക്സിലെ ന്യൂക്ലിയർ എന്ന് പറയുന്ന ടോപ്പിക്ക്. ഈ ചാപ്റ്ററിൽ നിന്ന് റീനീറ്റിൽ ഒരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. കൺസിഡർ ദി ഫോളോവിങ് ന്യൂക്ലിയർ റിയാക്ഷൻ. യുറേനിയം തോറിയവും ഹീലിയവുമായിട്ട് മാറുന്ന റിയാക്ഷനാണ്. ഈ റിയാക്ഷനിലെ ക്യൂ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദ്യം. ക്യൂ വാല്യൂ എന്ന് പറഞ്ഞാൽ എനർജി വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം എനർജി എന്ന് പറയുന്നത് മാസ് ഡിഫക്റ്റ് ഇൻറ്റു നമുക്കിങ്ങനെ എഴുതാം, മാസ് ഡിഫക്റ്റ് ഇൻറ്റു സി സ്ക്വയർഡ് എന്നാണ്. ഇവിടെ നമ്മളുടെ എനർജി പറഞ്ഞിരിക്കുന്നത് എന്തിൽ കണ്ടുപിടിക്കാനാണ്? ഇലക്ട്രോൺ വോൾട്ടിലേക്ക്. അപ്പോൾ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് എനർജി കണ്ടുപിടിക്കാൻ നമ്മൾ ഷോർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. മാസ് ഡിഫക്റ്റ് ഇൻറ്റു 931 മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. ഇത് നമുക്കറിയാം. എനർജി റിലീസ്ഡ്, അതാണ് നമ്മളുടെ ക്യൂ വാല്യൂ, ചോദിച്ച ക്യൂ വാല്യൂ. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മാസ് ഡിഫക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ മാസ് ഓഫ് ന്യൂക്ലിയസ് ആൻഡ് മാസസ് ഓഫ് ന്യൂക്ലിയോൺസ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ ന്യൂക്ലിയസ് ഒറിജിനൽ ഉള്ളത് യുറേനിയം, അതാണ് റിയാക്ടന്റ്. അതിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റ് ഏതൊക്കെയാ? തോറിയവും ഹീലിയവും. അങ്ങനെ എന്നുണ്ടെങ്കിൽ യുറേനിയത്തിൻ്റെ മാസ്, സോ മാസ് ഓഫ് യുറേനിയം 238 മൈനസ് എന്തിൻ്റെയൊക്കെ മാസാണ്? മാസ് ഓഫ് തോറിയം എത്രയായിരുന്നു? 234 പ്ലസ് മാസ് ഓഫ് ഹീലിയം. ഓക്കെ, ഇനി മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കാം. മാസ് ഓഫ് യുറേനിയം 238 തന്നിട്ടുണ്ടല്ലോ. 238.050 U എന്നാണ് തന്നിരിക്കുന്നത്, യുവിൽ. മൈനസ് ഇത് തന്നിട്ടുണ്ട് മാസ് ഓഫ് തോറിയം 234.043 U പ്ലസ് യു എന്ന് പറയുന്ന അറ്റോമിക് മാസ് യൂണിറ്റ് കേട്ടോ, അറ്റോമിക് മാസ് യൂണിറ്റ്. ഇത് 4.003 U ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 238.050 U മൈനസ് ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ എന്ത് കിട്ടും? 238.043 പ്ലസ് 0.003 എന്ന് പറയുമ്പോൾ 046 U ആണ്. ഇത് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.004 U എന്ന് കിട്ടും. ഇതെന്ന് പറയുന്നത് മാസ് ഡിഫക്റ്റാണ്. അപ്പോൾ ഈ അറ്റോമിക് മാസ് യൂണിറ്റിലുള്ള മാസ് ഡിഫക്റ്റിനെ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഡെൽറ്റ എം ഇൻറ്റു അറ്റോമിക് മാസ് യൂണിറ്റിലുള്ള മാസ് ഡിഫക്റ്റിനെ, സോ ഡെൽറ്റ എം എത്രയാ? 0.004 ആണ്. ഇൻറ്റു 931 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ഇങ്ങനെ കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 3.726 ഇൻറ്റു 10⁶ ഇലക്ട്രോൺ വോൾട്ട്. മില്യൺ എന്ന് പറയുന്നത് 10⁶ ആണ്. അപ്പോൾ ആ 10⁶ ഒരു 10�3 എടുത്തു കഴിഞ്ഞാൽ 3726 ഇൻറ്റു 10�3 എന്ന് കിട്ടത്തില്ലേ? യെസ്, 3726 ഇൻറ്റു 10�3 ഇലക്ട്രോൺ വോൾട്ട് ഇങ്ങനെ കിട്ടും. അപ്പം നമ്മുടെ ചോദ്യത്തിന് കറസ്പോണ്ടിങ് കിലോ ഇലക്ട്രോൺ വോൾട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 10�3യെ വിളിക്കുന്ന പേര് കിലോ എന്നാണ്. അതുകൊണ്ട് ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ആ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ന്യൂക്ലിയയിൽ ഒരു ന്യൂമെറിക്കൽ കാൽക്കുലേഷൻ കൺസെപ്റ്റ് അറിയാമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കാര്യം മാത്രം, ദെൻ ഈ ഒരു കൺവേർഷനും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ആൻസർ കണ്ടെത്താമായിരുന്നു, എളുപ്പമായിരുന്നു. ഓക്കെ, താങ്ക് യു.